റോയ്ച്ചായ 7 രാജ്യസഭാ എംപിമാരെ നഷ്ടമായി എന്ന് ആം ആദ്മി പാർട്ടി പറയുമ്പോഴും ഇതിൽ BJP-യിലേക്ക് പോയ രാഘവ് ചദ്ദ ഒഴികെ ബാക്കി എല്ലാവരും ബിസിനസ്സുകാരും കോടീശ്വരന്മാരുമാണ്. അപ്പോൾ സാധാരണ പാർട്ടി പ്രവർത്തകരെ അവഗണിച്ച് അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നേതാക്കളെ എല്ലാം അവഗണിച്ച് ഈ സീറ്റുകൾ വ്യവസായികൾക്ക് നൽകിയത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വിധി AAPക്ക് ഉണ്ടായത്. ആ വാദം പൂർണ്ണമായി ശരിയാണ്. കാരണം ഈ അഴിമതിക്കെതിരെ ഒരു സംഘടന എന്നുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. അഴിമതിക്കെതിരെ ചൂലെടുക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ ആം ആദ്മി പാർട്ടി രംഗത്ത് വരികയും സാധാരണക്കാരുടെ പാർട്ടിയാണെന്നും ഒക്കെ വലിയൊരു പ്രതിച്ഛായ ഉണ്ടാക്കി. ലോകം മുഴുവൻ ഇതിനെ ഈ ഒരു നീക്കത്തെ വലിയ തോതിൽ കാണുകയൊക്കെ ചെയ്തു. അന്ന് അക്കാലത്ത് ന്യൂയോർക്ക് ടൈംസിന്റെ ഹെഡിങ് തന്നെ അഴിമതിക്കെതിരെ ജനം ചൂലെടുക്കുന്നു എന്നായിരുന്നു. അങ്ങനെയൊക്കെയുള്ള വിദേശ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ തരംഗം സൃഷ്ടിച്ച ഒരു മൂവ്മെന്റ് ആയിരുന്നു ആം ആദ്മി പാർട്ടിയുടെ വരവും അതെല്ലാം. അപ്പം അന്നത് വന്നപ്പോൾ തന്നെ പല സംശയദൃഷ്ടിയോടുകൂടിയാണ് കണ്ടത്. ഒന്ന്, ഇത് RSSന്റെ ഒരു B ടീം എന്നുള്ളതിൽ പ്രവർത്തിച്ച് ഇവര് വിശ്വാസ്യത പ്രാപിച്ചിട്ടൊക്കെയാണ് വന്നത്. അപ്പൊ അഴിമതിക്കെതിരെ ജനങ്ങൾ സാധാരണ ജനങ്ങളുടെ വക്താക്കളായി മാറുന്നു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ വിശ്വാസ്യത തേടിയതിനു ശേഷം അങ്ങനെ ഡൽഹിയിലെ ഭരണം ആദ്യം പിടിച്ചെടുത്തു. പിന്നീട് പലയിടത്തും മത്സരിക്കുകയും ഒക്കെ ചെയ്തു. അവരെല്ലായിടത്തും ടാർഗറ്റ് ആയിട്ട് വെച്ചിരുന്ന അവരുടെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചത് BJP-യേക്കാളൊക്കെ ഉപരി കോൺഗ്രസിനെയാണ് അവർ ഒരു ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് കോൺഗ്രസ് വോട്ടുകൾ പരമാവധി സമാഹരിക്കുക. കോൺഗ്രസ് BJP മത്സരിക്കുന്നിടത്ത് പോയി മത്സരിച്ച് കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടുകൾ ചെതറിക്കുക. ഇതൊക്കെയായിരുന്നു കണ്ടത്. നമ്മൾ ഗോവയില് അങ്ങനെയാണ് കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടാണ്ട്, ഹരിയാനയില്, ഗുജറാത്തില് ഇതൊക്കെ തന്നെയായിരുന്നു ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു തന്ത്രം തന്നെ. BJP പറയുന്ന ആശയങ്ങളോട് ഏകദേശം താതാത്മ്യം പ്രാപിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് അവർ ചെയ്തത്. ഒരു ഹിന്ദുത്വയുടെ ഒരു സോഫ്റ്റ് വേർഷനാണ് അവർ കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് ഐഡിയോളജി ഒന്നുമില്ല, അങ്ങനെ എന്തെങ്കിലും ആദർശത്തിന്റെ പേരിലൊന്നും ഉണ്ടാക്കിയതല്ല. ഇവരുടെ തനിനിറം വന്നു തുടങ്ങിയത് ഇവര് അധികാരം പിടിച്ചു രണ്ടാം തവണ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയ്ക്കും ഒക്കെ എതിരായിട്ട് മദ്യനയ കേസുകൾ വരുന്നു. ഇതിന് തൊട്ട് മുമ്പാണ് 2022 പഞ്ചാബ് ഇലക്ഷനിൽ ഇവര് അധികാരം പിടിച്ചെടുക്കുന്ന, അതായത് 94 സീറ്റ് വാങ്ങി വലിയ മൃഗീയ ഭൂരിപക്ഷം അവിടെ സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. കോൺഗ്രസിന് അന്ന് 24 സീറ്റ് മാത്രമാണ് കിട്ടിയത്, BJP-ക്ക് 2 സീറ്റും. അങ്ങനെ വലിയ ഭൂരിപക്ഷം, 3-2 ഭൂരിപക്ഷം തന്നെ, 4-3 ഭൂരിപക്ഷം തന്നെ അവർക്ക് അവിടെ കിട്ടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഭരിക്കുകയും ഒക്കെ ചെയ്ത് അവരിങ്ങനെ ഇന്ത്യയിലെ ഒരു ദേശീയ പാർട്ടി രൂപത്തിലേക്ക് വരികയും ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ നിന്നൊരു പാർട്ടി വലിയ പ്രതീതി ഉണ്ടാക്കി, അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉണ്ടെന്നൊക്കെ പ്രതിഷേധിക്കുന്നതിനിടയിലാണ് ഇതിന്റെ സ്ഥാപക നേതാക്കളായിരുന്ന ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാക്കളായിരുന്ന സുപ്രീം കോടതി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ, തെരഞ്ഞെടുപ്പ് വിദഗ്ധനും സാമൂഹ്യ ശാസ്ത്രജ്ഞനുമായ യോഗീന്ദ്ര യാദവ്, കവിയായ കുമാർ ബിശ്വാസ്, അതുപോലെ തന്നെ പ്രശസ്ത മാധ്യമപ്രവർത്തന ആശുതോഷ്, ഇങ്ങനെ ഇവരൊക്കെ തന്നെ ഇതിനകത്തുനിന്ന് ഈ കെജ്രിവാളിന്റെ ചില സമീപനങ്ങളിലുള്ള അകൽച്ച കൊണ്ട് അഭിപ്രായ വ്യത്യാസത്തിലുള്ള അവരൊക്കെ തന്നെ പാർട്ടി വിട്ടുപോവുകയും ചെയ്യും. പിന്നെ ഇത് പൂർണ്ണമായും കൺവീനർ എന്നുള്ള പോസ്റ്റ് വെച്ചുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനവും ഒക്കെ തന്നെ കൈകാര്യം ചെയ്ത് പാർട്ടിക്കകത്ത് ഒരു ഏകാധിപതിയുടെ രൂപത്തിലായിരുന്നു അദ്ദേഹം ഇരുന്നത്. അങ്ങനെ പഞ്ചാബിലെ ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് പഞ്ചാബിൽ നിന്ന് ഉള്ള രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത്. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ് 2022 വന്ന തെരഞ്ഞെടുപ്പ്, 2022 ശേഷം 23-24 കാലഘട്ടങ്ങളിലൊക്കെ വന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യസഭയിലേക്ക് വന്ന ഒഴിവുകളിലേക്ക് ആ സീറ്റുകൾ മുഴുവൻ വൻകിട വ്യവസായികൾക്കാണ് ഇവർ കൊടുത്തത്. കെജ്രിവാൾ ഇടപെട്ട് അവർക്കൊക്കെയാണ് സീറ്റ് കൊടുത്തത്. ഉദാഹരണത്തിന് ഈ 7 അംഗങ്ങളാണ് ഈ അടുത്ത കാലത്ത് BJP-യിലേക്ക് പോയത്. അത് 7 പേര്. ഒന്ന് രാഘവ് ചദ്ദ, അദ്ദേഹം ആം ആദ്മിയുടെ രാജ്യസഭ ഡെപ്യൂട്ടി ലീഡറായിരുന്നു. പിന്നെ അശോക് മിത്തൽ, സന്ദീപ് പാഠക്, വിക്രം ജിത്ത് സാഹ്നി, രജീന്ദർ ഗുപ്ത, സ്വാതി മാലിവാൾ, ഹർഭജൻ സിംഗ്, ക്രിക്കറ്റ് കളിക്കാരനായ ഹർഭജൻ സിംഗ്, ഇങ്ങനെ 7 പേരാണ് ഇപ്പൊ BJP-യിലേക്ക് പോയത്. ഇതിനകത്ത് ബിസിനസ്സുകാരെന്ന് പറയുന്നത് പഞ്ചാബിലെ വലിയ സ്വത്തുക്കൾ ഉടമയും വലിയ വ്യവസായികളുമായ ആൾക്കാർക്കാണ് ഈ കെജ്രിവാളും ടീമുകളും ഈ സീറ്റ് കൊടുത്തത്. അതാണ് കോൺഗ്രസ് പറഞ്ഞത്. കോടീശ്വരന്മാരെ കൊണ്ടുവന്നു, കോടീശ്വരന്മാരെ അവര് പാർട്ടിയെ തന്നെ വിഴുങ്ങി വേറൊരു പാർട്ടിയിലേക്ക് പോയി. അത് കോൺഗ്രസിനെ തകർക്കുക, കോൺഗ്രസ് അഴിമതി ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് കച്ചവടക്കാരുമായിട്ട് ഒത്തുകളിച്ച് സീറ്റ് തന്നെ വിറ്റാണ് ഇത് ചെയ്തു എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും കൂടി തെളിവ്. അപ്പൊ അതിനകത്ത് ഇന്നലെ കോൺഗ്രസിന്റെ ദേശീയ ട്രഷററായ അജയ് മാക്കൻ
പത്രസമ്മേളനം നടത്തി പറഞ്ഞ ചെറിയ കാര്യങ്ങളുണ്ട്. ഈ വ്യവസായികൾക്ക് സീറ്റ് കൊടുത്തിട്ട് അവർക്ക് ഈ പാർട്ടിയോടോ ഈ ഇവരുടെ ആദർശങ്ങളോടോ ഒന്നും യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. അവരുടെ നിന്ന് കാശ് വാങ്ങി സീറ്റ് കൊടുത്തു. അവർക്ക് വേറൊരു അവസരം വന്നപ്പോൾ അവര് പാർട്ടി കളഞ്ഞിട്ട് പോയി. അങ്ങനെ രജീന്ദർ ഗുപ്ത എന്ന് പറയുന്ന വ്യവസായി, അയാൾ അവിടുത്തെ പഞ്ചാബിലെ അറിയപ്പെടുന്ന ടെക്സ്റ്റൈൽ, പേപ്പർ, കെമിക്കൽ, രാസവള നിർമ്മാണം ഇതിന്റെയൊക്കെയുള്ള വലിയ ഒരു വ്യവസായി, 5000 കോടി ടേൺ ഓവറുള്ള കമ്പനിയുടെ ഉടമസ്ഥനാണ് ഈ രജീന്ദർ ഗുപ്ത എന്ന് പറയുന്നത്. അയാൾ പണ്ട് കോൺഗ്രസിനോട് ആഭിമുഖ്യം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷെ അങ്ങനെ സജീവമല്ലായിരുന്നു. കോൺഗ്രസ് ആഭിമുഖ്യം ഉണ്ടായിരുന്നുള്ളൂ. അയാളിവിടെ സീറ്റ് കൊടുത്തിട്ട് ഒരു വ്യവസായി എന്നുള്ള നിലയിൽ രാജ്യസഭയിലേക്ക് അയാൾ സീറ്റ് വാങ്ങിച്ചിട്ട് അയാൾ അവിടെ ജയിച്ചു പോയി. പിന്നെ വന്ന ഒരാളെന്ന് പറയുന്നത് അശോക് മിത്തൽ എന്ന് പറയുന്ന ഒരു സ്വകാര്യ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന അതിന്റെ ഉടമയാണ്. അയാൾ തന്നെ 498, അതായത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട സത്യവാങ്മൂലത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് 498 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് അയാൾ അതിനകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ബിസിനസ്സുകാരനാണ് പഞ്ചാബിലെ സൺ ഗ്രൂപ്പ് എന്ന് പറയുന്ന ടെക്സ്റ്റൈല്, അതേപോലെ തന്നെ നിർമ്മാണ കമ്പനികൾ, മറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളൊക്കെ ഉള്ള ഒരു വലിയ വ്യവസായിയാണ് വിക്രംജിത്ത് സാഹ്നി എന്ന് പറയുന്നത്. അയാൾക്കും ഉണ്ട് 498 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വൻകിട വ്യവസായികൾക്കാണ് ഇത്തരത്തിൽ സീറ്റുകൾ വിറ്റത്. അപ്പം ഈ പാർട്ടിയുടെ ആദർശത്തിനൊക്കെ അതൊക്കെ അഴിമതി എന്നൊക്കെയുള്ളത് മാറ്റിവെച്ച് വൻകിട വ്യവസായികളുമായിട്ട് കൂട്ടുകൂടി അവരുടെ നിന്ന് പണം വാങ്ങി സീറ്റ് കൊടുത്തിട്ടാണ് ഈ കച്ചവടങ്ങളൊക്കെ നടത്തിയത്. അപ്പൊ ഇവര് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന അഴിമതി വിരുദ്ധത എന്ന് പറയുന്നതൊക്കെ വെറും പണമായിരുന്നു എന്ന് തെളിഞ്ഞ സംഭവങ്ങളാണ്. അപ്പം കോൺഗ്രസിനെതിരായിട്ട് വലിയ തോതിൽ പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തി അഴിമതിയെ തുടച്ചു നീക്കുമെന്നൊക്കെ പറഞ്ഞു വന്നവര് അഴിമതിയുടെ ചെളിക്കുണ്ടിൽ വീണിരിക്കുകയാണ്. കാരണം എന്ത് കാര്യത്തിലാണ് വ്യവസായികളെ നിങ്ങൾ രാജ്യസഭയിലേക്ക് വിടുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താ? അവർക്ക് അവരുടെ കച്ചവടം വിപുലീകരിക്കുന്നതിനും സർക്കാരിൽ സ്വാധീനം ചെലുത്തുന്നതിനും MP എന്നുള്ള നിലയിലുള്ള അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ്. അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ വിപുലീകരിക്കുന്നതിനൊക്കെ തന്നെ ഈ സ്ഥാനം അവർക്ക് ഉപകരിക്കും. അല്ല, അതുകൊണ്ടാണല്ലോ അവര് ലാഭകരമായ മറ്റൊരു ഡീല് കിട്ടിയപ്പോൾ അതിലേക്ക് അങ്ങ് പോവുകയും ചെയ്യും. അത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പണം എറിഞ്ഞ് പണം സമ്പാദിക്കുക എന്നുള്ള ഇതാണ്. അല്ലാതെ അവർക്ക് അതിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ സേവനമോ ക്ഷേമ പ്രവർത്തനങ്ങളിലോ ഒന്നും അവർക്ക് വലിയ താല്പര്യമില്ല. അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ മാത്രമാണ്. അതിനൊരു രാഷ്ട്രീയ പാർട്ടി നിന്നു കൊടുക്കുകയും അതിന് വളം വെച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന്റെ ദുരന്തമാണ് ഇന്നിപ്പോൾ അനുഭവിക്കുന്നത്. BJP വളരെ തന്ത്രപരമായ രീതിയിലാണ് ഈ വ്യവസായികൾ ഉൾപ്പെടെയുള്ള സംഘത്തെ പിടിച്ചെടുത്തത്. കാരണം കേന്ദ്ര സർക്കാർ ഭരണം കയ്യിലുള്ളത് കൊണ്ട് അവർക്ക് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഈ ബിസിനസ്സുകാരെ മുഴുവൻ വരട്ടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പൊ അതാണ് അവർക്കുണ്ടായ BJP സംബന്ധിച്ചുള്ളത് ലോട്ടറിയാണ്. 6% മാത്രം വോട്ടാണ് കഴിഞ്ഞ 2022 നടന്ന തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയത്. കേവലം 2 സീറ്റും 6% വോട്ടും. അതിപ്പോ ഈ 7 പേര് വന്നതോടുകൂടി തന്നെ 86% ആയിട്ട് വർദ്ധിച്ച ഒരു കണക്ക് കൂട്ടുമ്പോൾ 86% വോട്ട് അവർക്ക് കിട്ടിയതായിട്ടാണ് കാണുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വലിയൊരു രാഷ്ട്രീയ അട്ടിമറിക്ക് വളം വെച്ചു കൊടുത്തത് ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഈ തട്ടിക്കൂട്ട് സ്ഥാപനമാണ്. അവര് അവകാശപ്പെട്ട സകലവിധ ധാർമ്മികവും ആശയപരവുമായ അല്ലെങ്കിൽ ആദർശപരവുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുപോയിട്ട് വലിയൊരു അഴിമതി ഒരു പാർട്ടിയായിട്ട് അത് മാറി എന്നുള്ളതിന്റെ ദുരന്തമാണ് നമ്മൾ കണ്ടത്. ഈ പുറമ്പ് പറഞ്ഞതെല്ലാം തന്നെ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ജനങ്ങളെ പെട്ടെന്ന് ആകർഷിക്കുന്ന ചില ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ പറഞ്ഞത്. അഴിമതി വിരുദ്ധത ഇന്ന് എവിടെ പോയി? അവരെല്ലാം തന്നെ 45-50 ദിവസം ജയിലിൽ കിടന്ന ഒരാളാണ് ഈ അരവിന്ദ് കെജ്രിവാൾ. 1 വർഷത്തോളമാണ് ഉപമുഖ്യമന്ത്രിയായി സിസോദിയ ജയിലിൽ കിടന്നത്. മറ്റു പലരും കിടന്നു. അപ്പൊ ഇവരുടെ അഴിമതി വിരുദ്ധത എന്നൊക്കെ പറഞ്ഞാൽ വെറും തട്ടിപ്പായിരുന്നു. കെജ്രിവാൾ താമസിച്ച വീടിന് ഏതാണ്ട് 100 കോടി രൂപ മുടക്കിയാണ് അത് പുനർനിർമ്മിച്ചു എന്ന് പറയുന്ന ആക്ഷേപങ്ങൾ വന്നു. അതായത് ആദ്യം വന്നപ്പോ വാഗണർ കാറിൽ പോയി ഞാൻ വളരെ സിമ്പിളായി എന്ന് പറഞ്ഞ ആളാണ്. അത് തന്നെ, അതൊക്കെ വെറും പണമായിരുന്നു എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പൊ കോൺഗ്രസിനെതിരായിട്ട് ഇല്ലാ കഥകളായിരുന്നു ആ കാലത്ത് പറഞ്ഞത്. 2 ലക്ഷം കോടിയുടെ 2G സ്കാം. എവിടെ ഈ BJP ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 13ാമത്തെ വർഷത്തിലേക്ക് എത്തി. ഒരാളെ പോലും
അതിന് ശിക്ഷിക്കാനോ അതിന് യഥാർത്ഥ തുക എത്ര ആയിരുന്നു എന്ന് പോലും കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർ കെട്ടിപ്പൊക്കിയ ഒരു CAG റിപ്പോർട്ടിന്റെ പേരിൽ അവർ കെട്ടിപ്പൊക്കിയ ചില കള്ളക്കഥകളുടെ പേരിലാണ് ഈ അധികാരങ്ങൾ പിടിച്ചെടുക്കാനൊക്കെ ഉള്ള മാർഗങ്ങൾ ഉണ്ടാക്കിയത്. BJPയുടെ ഒരു B ടീമായിട്ടാണ് തന്നെയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തിച്ചതും ഒടുവിൽ ഇപ്പം BJP തന്നെ അവരെ വിഴുകുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ കാപട്യങ്ങൾ നിറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളുടെ മുമ്പിൽ ഇപ്പൊ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. അഴിമതിക്കെതിരായി വന്ന പാർട്ടി അഴിമതിന് ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന കഥകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. അവർക്ക് ഇനി രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഈ ബിസിനസ്സുകാർക്ക് സീറ്റ് കൊടുത്തു എന്നുള്ള ചോദ്യത്തിന് പോലും അരവിന്ദ് കെജ്രിവാളിന് മറുപടി പറയാനില്ല. അതായത് ആ പാർട്ടിയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന സ്ഥാപക നേതാക്കൾക്ക് ആർക്കും തന്നെ യാതൊരുവിധ സ്ഥാനങ്ങളൊന്നും കൊടുക്കാതെ ഇട്ടാണ് ഇതേപോലുള്ള കച്ചവടക്കാർക്ക് കൊണ്ട് ഈ സീറ്റ് വിറ്റത്. അവരുടെ രാഷ്ട്രീയ ബാധ്യത എന്ന് പറയുന്നത് അവരുടെ സ്വന്തം കാര്യം സിന്ദാബാദ്, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതാണ് ആം ആദ്മി പാർട്ടിക്ക് സംഭവിച്ച ദുരന്തവും.